Good morning. Good morning, ma'am. Okay. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, പ്രിയ, സൗപർണിക, അമൽജിത്ത്, ഓക്കെ, കാവ്യ, ഷംസീന, ഓക്കെ, ഹനു. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അടിപൊളിയായിരുന്ന? ഓക്കെ, ബിൻസി, നിവേദ്യ, ഓക്കെ, ഹന്ന, റീന. സൂപ്പർ ആയിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ മനസ്സിലായല്ലോ മോഡൽ എങ്ങനെയാന്നുള്ളത്. ടെൻഷനൊന്നും ഇപ്പൊ മാറിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. നിങ്ങൾ അടിപൊളിയായിട്ടല്ലേ എക്സാം ഒക്കെ എഴുതുള്ളൂ? ഉറപ്പല്ലേ? ഓക്കെ. റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നോ എല്ലാവരുടെ? വന്നോ? ഓക്കെ. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആണോ? അങ്ങനെയാണോ? ഉണ്ട്. ഓക്കെ. ഇനിയിപ്പോ ഇതില് കുറഞ്ഞു പോയവർ ആരെങ്കിലും ഉണ്ട്? കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ട്. ഓക്കെ, അത് മതി. നമുക്കൊരു കുഴപ്പമില്ലാത്ത മാർക്ക് മതി. അപ്പൊ ഒരു കാര്യം പറയാം, ഇതില് എന്തെങ്കിലും മാർക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും വിഷമിക്കാനില്ല. നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്താ? ഫൈനൽ എക്സാം ആണ് അല്ലെ? അതിന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെ? അപ്പൊ അതിലേക്കുള്ളൊരു എന്താണ് ഒരു പരിശീലനം ആവട്ടെ ഉണ്ട് അല്ലെ? അപ്പൊ ഇതിലിപ്പോ എന്തെങ്കിലും അതിലേക്ക് എന്താണ് എഴുതാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതാലോചിച്ച് വിഷമിക്കേണ്ട. ഇനി നമുക്ക് അടുത്ത എക്സാമുകളൊക്കെ വരുമ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ച് എഴുതാം കേട്ടോ. അപ്പൊ നമുക്ക് ഫൈനൽ എക്സാം ഒക്കെ വരുമ്പോഴേക്കും നല്ല രീതിയിൽ നല്ല മാർക്കൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പം നമുക്കിനി അറിയാലോ, പിന്നെ കഴിഞ്ഞ ദിവസം മൊഡ്യൂള് അല്ലെ, പുതിയൊരു മൊഡ്യൂള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മൊഡ്യൂള് 3ഉം 4ഉം ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ അതിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, നമ്മള് 1ഉം 2ഉം മൊഡ്യൂളിലെ ചാപ്റ്ററുകൾ പോലെയല്ല. അവിടുത്തെ ചാപ്റ്ററുകൾ കുറച്ചും കൂടെ ചെറിയ ചാപ്റ്ററുകളാണ് അല്ലെ? ചെറിയ ചാപ്റ്റർ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ മെഡിക്കൽ ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. കൂടുതൽ അങ്ങനെയല്ലേ നിങ്ങൾ പഠിക്കുന്നത്? ബ്ലഡ് ബാങ്ക്, ഫാർമസി, ലാബ് അല്ലെ, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ പഠിക്കുന്നത്. അപ്പൊ ഏകദേശം നമുക്കൊരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളും അതിനെ പറ്റിയൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ആയി. ഇനി നമ്മള് കൂടുതലും അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ള രീതിയിൽ കുറെ കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് 3നും 4നും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാപ്റ്ററുകൾ കുറച്ച് എന്തായിരിക്കും? ഡ്രൈ ആയിരിക്കും. ഓക്കെ, അപ്പോ അങ്ങനെയാണെന്ന് കരുതി അതിനെ സമീപിക്കേണ്ട. പറയുന്നതാണ്. കാര്യം അതുപോലത്തെ ചാപ്റ്ററുകൾ ആയിരിക്കില്ല, കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളായിരിക്കും. പിന്നെ പല ചാപ്റ്ററുകളും നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്ററുകളല്ല. ചിലപ്പോൾ നമുക്കൊരു ബോറടിക്കലൊക്കെ തോന്നും. ഓക്കെ, പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ എഫക്ട് ഒക്കെ എടുക്കുന്ന കുട്ടികളാണ് എങ്കിലും പറയാണ്, പഴയ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 3ഉം 4ഉം മൊഡ്യൂളൊക്കെ കിടക്കുമ്പോൾ നിർബന്ധമായിട്ടും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു പോകണം കേട്ടോ. കാര്യം നിങ്ങൾ ഓരോ ചാപ്റ്ററുകൾ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്ത് പോകുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ക്ലാസ് നിങ്ങൾ ഡെയിലി എല്ലാ മിസ്മാരെടുക്കുന്ന ക്ലാസ്സുകൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഞാനിത് പറഞ്ഞ് പേടിപ്പിക്കണതൊന്നല്ല, ജസ്റ്റ് ഇത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത് കേട്ടായോ ഇനിയിപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരാമെന്ന് ചിന്തിക്കേണ്ടത് ഒക്കെ തന്നെയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ചില ചാപ്റ്ററുകളൊക്കെ വരുമ്പോഴേ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി മാനേജ്മെന്റ്, പിന്നെ എന്താ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, കുറെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് നമ്മൾ അറിയേണ്ട കുറെ ചാപ്റ്ററുകളാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ബോറടിയൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അതിന് അതിൻ്റെതായ രീതിയിൽ തന്നെ കാണുക. ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. എല്ലാത്തിനും ഒരു താല്പര്യമല്ലേ വേണ്ടത്? താല്പര്യം ഉണ്ടെങ്കിലല്ലേ നമുക്കതിനെ കയ്യിലാക്കാൻ പറ്റും. ആ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ ഞാനിന്ന് എടുക്കുന്ന ചാപ്റ്റർ 3rd മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. 2nd ചാപ്റ്റർ ആണ്. ചാപ്റ്റർ എളുപ്പമാണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ഇതാണ്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് കേട്ടോ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ ഇതിന് അത്യാവശ്യം കുറച്ച് കണ്ടന്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നോക്കാം. ചാപ്റ്റർ നമ്പർ 2, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നില്ലേ? അപ്പോ
പ്രധാനമായിട്ടും നമ്മൾ ഈ പേഷ്യൻസിന്റെ ട്രാൻസ്ഫറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് 2 ടൈപ്പ് ട്രാൻസ്ഫർ ആണ് ഉള്ളത്. ഓക്കെ, ട്രാൻസ്ഫറിനെ പറ്റി പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും 2 ടൈപ്പ് ട്രാൻസ്ഫർ ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണ്, സെക്കൻഡ് വൺ ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് 2 ടൈപ്പ് ട്രാൻസ്ഫറുകളാണ് ഉള്ളത്. ഒന്ന് ഇന്ററാ ഹോസ്പിറ്റൽ, ഇൻട്രാ എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിക്കൽ ടെർമിനോളജി ഓൾറെഡി പഠിച്ചതാണ്. ഇൻട്രാ എന്ന വാക്ക് എന്താണ്? വിത്തിൻഡ എന്നുള്ള അർത്ഥമാണ് അല്ലെ. വിത്തിൻഡ എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലെ തന്നെ, നമ്മുടെ സെയിം ഹോസ്പിറ്റലിലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ടോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്കോ നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതെപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന 2 വാക്കുകളാണ് ഇന്ററും ഇന്റർ. ഇന്റർ എന്ന് കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കും അകത്തുള്ളതാണെന്ന് ചിന്തിക്കും. അങ്ങനെയല്ല കേട്ടോ. ഇന്റർ ആണ് വിത്ത് ഇൻഡ എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ ഇന്റർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ഹോസ്പിറ്റലിലെ ഒരു സെയിം ഹോസ്പിറ്റലിനെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ടൈപ്പുകളും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് പോലൊരു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അവർക്ക് കുറേയും കൂടെ ഒരു കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അവർക്കൊരു നല്ലൊരു പരിചരണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരികയാണ്. ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ സിവിയർ ആണ്. ആ പേഷ്യന്റിനെ ബെറ്റർ ആക്കാനുള്ള ഫെസിലിറ്റികൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിൽ നമ്മൾ അവരെ ഹോൾഡ് ചെയ്യാണോ ചെയ്യുക? അല്ല, നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്ന മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അവരെ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ, ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യം എന്താണ്? ഈ പേഷ്യന്റിന് ഒരു കണ്ടിന്യൂവിറ്റി ഓഫ് മെഡിക്കൽ കെയർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇവരെന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന പോലെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായി? നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം തൊട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനെ ആവും മിക്കപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ശാരീരികമായിട്ട് പല ചേഞ്ചസുകൾ ചിലപ്പോൾ വരാം. അത്തരം ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു പക്ഷെ അവരുടെ എന്താ പറയാ അവരുടെ അസുഖത്തിനെ അല്ലെങ്കിൽ അവരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് അവരെ അക്കമ്പനി ചെയ്യേണ്ടത്? രോഗിയുടെ കൂടെ ആരൊക്കെ പോകണം? അതുപോലെ എങ്ങനെയൊക്കെയുള്ള ഈ പേഷ്യൻസിന്റെ ക്രിട്ടിക്കാലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പല ലെവലുകളായിട്ടൊക്കെ അവർ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ അതിന്റെ തുടക്കമൊന്നും കുഴപ്പമില്ല. അവസാന ഭാഗത്തൊക്കെ എത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട് കേട്ടോ. ബാക്കി ഒന്നും വലിയ പ്രശ്നമില്ലാത്ത ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കാണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ വായിക്കാം. The intra and inter-hospital patient transfer is an important aspect of the patient care, which is often handled to enhance the existing management of the patient. അറിയാലോ, 2 ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മളൊരു പേഷ്യന്റിന്റെ മാനേജ്മെന്റിന്റെ ഭാഗമാണിത്. അവരെ ട്രാൻസ്ഫർ ചെയ്യുക, അവരുടെ ഒരു പരിചരണത്തിന്റെ, രോഗീ പരിചരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറും ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറിനെ കണക്കാക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കേ, ഇറ്റ് മേ ഇൻവോൾവ് carrying a patient within the same vicinity for any diagnostic procedure
or shift to another facility with more well developed care. അല്ലെ? ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഹോസ്പിറ്റലിനകത്ത് തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു വെൽ ഡെവലപ്ഡ് കെയർ കിട്ടാനായിട്ട് എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ട ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡയഗ്നോസ്റ്റിക് പർപ്പസിനായിരിക്കാം, അല്ലെ? എന്തെങ്കിലും ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ ഒരുപക്ഷെ രോഗീനെ എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെ? ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്കും അവരെ ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫർ ആണ് ഉള്ളത്. ഓക്കെ. ഇനി നോക്കാം, the main aim in all such a shifting is to maintain the continuity of medical care. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് പറയുന്നത്? The main aim in all such a shifting is to maintain the continuity of medical care. അല്ലെ? നമ്മൾ ഇങ്ങനെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂവിറ്റി ഓഫ് മെഡിക്കൽ കെയർ. അല്ലെ? നമുക്ക് രോഗിക്ക് ലഭിക്കുന്ന പരിചരണത്തിന്റെ തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അതെന്താണ്? ആസ് ദ ട്രാൻസ്ഫർ ഓഫ് സിക്ക് പേഷ്യന്റ് may produce various physiological changes which may negatively affect the prognosis of the patient. നമ്മൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ശാരീരികമായിട്ടുള്ള പല മാറ്റങ്ങൾ വരും. അത് അവരുടെ ഹെൽത്തിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ നോക്കുക, it should be initiated. Safe transfer consist of, ശ്രദ്ധിക്കണം കേട്ടോ, അതായത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആണ് നമ്മൾ അവിടെ ഉറപ്പുവരുത്തേണ്ടത്. ഒരു സേഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു സേഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്, എന്തൊക്കെയാണെന്ന് നോക്കാം. The safe transfer consists of, ഫസ്റ്റ് കാര്യം എന്താണ്? Decision to transfer and communication. അല്ലെ? ഒന്നാമത്തെ കാര്യം എന്താണ്? Decision to transfer. അല്ലെ? Deciding the patient, deciding to transfer the patient. അല്ലെ? നമ്മുടെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെറുതെ നമുക്ക് ഒരിക്കലും ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഒരു പേഷ്യന്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അത് വളരെയധികം ക്രൂഷ്യൽ ആണ്. ഓക്കെ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെ? അവിടെ തൊട്ട് ഉള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ. ഒന്നാമത്തെ എന്താണ്? ഡിസിഷൻ ടു ട്രാൻസ്ഫർ. ദാറ്റ് മീൻസ് ഡിസൈഡിങ് ദ പേഷ്യന്റ് ടു ട്രാൻസ്ഫർ. പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാം. ദെൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ. ആരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റിസീവിംഗ് ഫെസിലിറ്റി. അല്ലെ? നമ്മളൊരു പേഷ്യന്റിനെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിലോട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഇതേ ഹോസ്പിറ്റലിൽ മറ്റേതെങ്കിലും യൂണിറ്റിലോട്ടാവാം, എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്തിരിക്കണം? കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റിസീവിംഗ് ഫെസിലിറ്റി. ഈ പേഷ്യന്റിനെ ആരാണോ ഇനി റിസീവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ആണോ, അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലാണോ ഇനി അവരെ സ്വീകരിക്കാൻ പോകുന്നത്, അവരുമായിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. വേണ്ടേ? ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? കാര്യം എന്താണ്? ഈ രോഗീനെ നമ്മള് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഈ രോഗി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് അവരെ റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റിയുമായിട്ട് എന്ത് ചെയ്തിരിക്കണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പൊ അത് രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റിസീവിംഗ് ഫെസിലിറ്റി. മൂന്നാമത്തെ കാര്യം എന്താണ്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. ഇതാണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? preparing the patient and stabilizing the patient before transferring. നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത്യാവശ്യം വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം, അല്ലെ? നമ്മുടെ പേഷ്യന്റിനെ നമ്മൾ തയ്യാറാക്കണം. അവരെന്ത് ചെയ്യണം? സ്റ്റെബിലൈസ് ചെയ്യണം. അവരുടെ കണ്ടീഷൻ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനുള്ള ഒരു പേഷ്യന്റിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഹെൽത്ത് കണ്ടീഷനെ സ്റ്റേബിൾ ആക്കിക്കൊണ്ട് വേണം നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, അല്ലെ? ഓക്കെ. അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം.
നാലാമത്തെ കാര്യം എന്താണ്? ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. ദാറ്റ് മീൻസ് ലാൻഡ് ട്രാൻസ്ഫർ ഓർ എയർ ട്രാൻസ്പോർട്ട് അല്ലെ. ഇനി അടുത്തത് എന്താണ്? ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. ഏത് രീതിയിൽ നമ്മൾക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യണം? ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യണോ അതോ എയർ ട്രാൻസ്പോർട്ട് ചെയ്യണോ? അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അല്ലെ. അപ്പൊ പ്രധാനമായിട്ട് രണ്ട് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് ഉള്ളത് അല്ലെ. ഏതൊക്കെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട് ആവാം, എയർ ട്രാൻസ്പോർട്ട് ആവാം. അത് നമ്മൾ കറക്റ്റ് ആണ് ഏതാണെന്നുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നാലാമത്തെ കാര്യമായില്ലേ. അഞ്ചാമത്തെ എന്താണെന്ന് നോക്കിയേ. പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് പേഷ്യന്റ്. പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് അല്ലെ. ദാറ്റ് മീൻസ് എന്താണ്? ചൂസിങ് ദ സ്റ്റാഫ് ദാറ്റ് അക്കംപനിയിങ് ദ പേഷ്യന്റ്. നമ്മൾ ഇങ്ങനെ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് അവരുടെ കൂടെ അക്കംപനി ചെയ്യുന്നത് അല്ലെ. ആരൊക്കെയാണ് ആ ഒരു പേഷ്യന്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പറഞ്ഞു വിടേണ്ടത് അല്ലെ. ആരുടെ പിന്തുണയോട് കൂടിയിട്ട്, ആരുടെ സഹായത്തോടെ, അവരുടെ കൂടെ ആരെങ്കിലും പറഞ്ഞേക്കണം അല്ലെ. അതുകൊണ്ട് ഒറ്റയ്ക്ക് നമുക്ക് പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതാരായിരിക്കണം? അത് നമ്മൾ അവിടെ തീരുമാനിക്കണം. അതുപോലെ തന്നെ എക്വിപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എക്വിപ്മെന്റ്സുകള്, എന്തൊക്കെ മോണിറ്ററിംഗ് സംവിധാനങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്? അവസാനം എന്താണ്? ഫൈനലി ദ ഡോക്യുമെന്റേഷൻ ആൻഡ് ഹാൻഡ് ഓവർ ഓഫ് ദ പേഷ്യന്റ് അണ്ടർ റിസീവിംഗ് ഫെസിലിറ്റി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഡോക്യുമെന്റേഷൻ അല്ലെ. നമ്മളൊരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ രോഗിയുടെ എല്ലാ ഹെൽത്ത് സ്റ്റാറ്റസും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ചെയ്യണം, രേഖപ്പെടുത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം? പ്രോപ്പർ ഹാൻഡ് ഓവർ ഓഫ് പേഷ്യന്റ് ദ റിസീവിംഗ് ഫെസിലിറ്റി. അവരെന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അവരെ കൈമാറണം അല്ലെ. എന്ന് വെച്ചാൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകളും എല്ലാ ഡോക്യുമെന്റ്സുകളും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഒരു പേഷ്യന്റിനെ മറ്റൊരു ഫെസിലിറ്റിയിലോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റിലോട്ട് ആയിക്കോട്ടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അല്ലാതെ എന്തല്ല, ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആണ് അല്ലെ. ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ അല്ലെ. ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് റിസീവിംഗ് ഫെസിലിറ്റി. മൂന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ അല്ലെ. പിന്നെ നാലാമത്തെ എന്താണ്? ചൂസിങ് ദ മോഡ് ഓഫ് അപ്രോപ്രിയേറ്റ് ട്രാൻസ്ഫർ അല്ലെ. പിന്നെ അഞ്ചാമത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? ദാറ്റ് മീൻസ് പേഴ്സണൽ ദാറ്റ് ഈസ് അക്കംപനിയിങ് ദ പേഷ്യന്റ്. പിന്നെ എക്വിപ്മെന്റ്സ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റംസ്, then proper documentation and handover of the patients to the receiving facility. അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്? ഒരു സേഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന ഡിസിഷൻ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, അതുപോലെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, മോണിറ്ററിംഗ് സംവിധാനങ്ങൾ എന്തൊക്കെയായിരിക്കണം, ഏത് മോഡ് ഓഫ് ട്രാൻസ്ഫർ നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള ഈ പറയുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇൻട്രൊഡക്ഷൻ ഓക്കെയാണോ? അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണുള്ളത്. ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണ് മെയിൻ എയിം ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ മെഡിക്കൽ കെയർ. സോ എ സേഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയാണ് അവിടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കി, ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആയോ? ഓക്കെയാണ് എല്ലാവർക്കും? വായിച്ചു നോക്കിയോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡെഫിനേഷൻ ആണ് കേട്ടോ. ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നോക്കാം. The transfer is defined as preparing patients
completing requested records and shifting patients to another department within the hospital or to another hospital of hope. Definition ആണ് എന്താണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത്. എന്താണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാല് ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ പൂർത്തിയാക്കിയിട്ട് രോഗികളെ തയ്യാറാക്കി അവരെ ഒന്നുകിൽ നമ്മളൊരു ഹോസ്പിറ്റലിലെ മറ്റൊരു വകുപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ വീട്ടിലേക്കോ നമ്മൾ മാറ്റുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ അല്ലെ. ആവശ്യമായിട്ടുള്ള രേഖകൾ പൂർത്തിയാക്കുക എന്ന് വെച്ചാൽ നമ്മളെ രോഗി സംബന്ധമായിട്ടുള്ള അവരുടെ മെഡിക്കൽ റെക്കോർഡുകള് അല്ലെങ്കിൽ മറ്റുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, അവര് തയ്യാറാക്കുക, അവരെ സ്റ്റെബിലൈസ് ചെയ്ത് അവര് പ്രിപ്പയർ ചെയ്ത് ഒന്നുകിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ മറ്റൊരു വകുപ്പിലേക്കാവും, മറ്റൊരു യൂണിറ്റിലോട്ടാവാം, അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ വീട്ടിലേക്കോ നമ്മൾ രോഗികളെ മാറ്റുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So transfer is defined as preparing patients, completing requested records and shifting patients to another department within the hospital or to another hospital. Okay, that is called transfer. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കി നെക്സ്റ്റ് വരുന്നത് പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ ആണ് അല്ലെ. നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? അപ്പൊ നമ്മൾ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞതാണ്. എന്താണ് അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. അത്രയേ ഉള്ളൂ അതിന്റെ പർപ്പസ് അല്ലെ. അതായത് നമുക്ക് രോഗികളുടെ ആ ഒരു പരിചരണത്തിന്റെ തുടർച്ച നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ അത് അൾട്ടിമേറ്റ്ലി ലക്ഷ്യമിടുന്ന കാര്യം. അത് തന്നെയാണ്, ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് പലതായിട്ട് പല പോയിന്റുകളായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് മാത്രമല്ലോ കേട്ടോ. അപ്പൊ ആ പോയിന്റുകളൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, to get the necessary diagnostic test and procedure. എന്താണ് to get necessary diagnostic test and procedure അല്ലെ. ആവശ്യമായിട്ടുള്ള രോഗനിർണയ പരിശോധനകളും നടപടിക്രമങ്ങളും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ടു പ്രൊവൈഡ് ദ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ അല്ലെ. നമ്മൾ ഈ പറയുന്ന രോഗിക്ക് നല്ലൊരു ചികിത്സ കൊടുക്കാന്, നല്ലൊരു നഴ്സിംഗ് പരിചരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ടു പ്രൊവൈഡ് ദ സ്പെഷ്യലൈസ്ഡ് കെയർ അല്ലെ. പ്രത്യേക പരിചരണങ്ങൾ കൊടുക്കാൻ. ചില രോഗികളെ കൊണ്ടുവരുമ്പോ എന്താണ്, ചില രോഗികൾക്ക് നമ്മൾ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കേണ്ട ചില രോഗികൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്ലെ പ്രത്യേക പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, to place the most suitable utilization of available personnel and services. അതായത് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും സ്റ്റാഫുകളുടെയും സേവനങ്ങളെയും മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, രോഗിക്ക് ഏറ്റവും നല്ല പരിചരണം കൊടുക്കണം. അതിന് അവിടെ ലഭ്യമായിട്ടുള്ള എന്തൊക്കെ റിസോഴ്സുകളുണ്ട്, എന്തൊക്കെ ഫെസിലിറ്റികളുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാക്സിമം ഏറ്റവും ഒരു ഹൈ ക്വാളിറ്റി പരിചരണങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ടു മാച്ച് ദ സിവിയറിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ് ലെവൽ ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് അല്ലെ. നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിന്റെ ആവശ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങള് അതിനനുസരിച്ച് കൊണ്ട് ഈ പറയുന്ന ഒരു തീവ്രമായിട്ടുള്ള ഒരു നഴ്സിംഗ് പരിചരണങ്ങള്, അതിപ്പോ രോഗിയുടെ ആവശ്യങ്ങള് അല്ലെങ്കിൽ അവര് ഫേസ് ചെയ്യുന്ന ഹെൽത്ത് കണ്ടീഷൻസ് അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു എന്താ പറയാ നല്ലൊരു തീവ്രമായിട്ടുള്ള ഒരു നഴ്സിംഗ് പരിചരണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓരോരോ പോയിന്റുകളായിട്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം എന്താണ് ഈ പറയുന്ന മെഡിക്കൽ കെയറിന്റെ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് അത് തന്നെയാണ് അതിന്റെ ഒരു പർപ്പസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ട്രാൻസ്ഫർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഒന്നാമത്തത് ഇന്റേണൽ ട്രാൻസ്ഫർ. അതിനെയാണ് നമ്മൾ ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയും കേട്ടോ. 2 പേരും പഠിച്ചു വെക്കാം. ഓക്കെ, ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയാം അല്ലെങ്കിൽ ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്നും പറയാം. എന്താണ് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഇറ്റ്സ് ദ ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഇൻ എ യൂണിറ്റ്
that provides a special care or care suited to his requirements. For example, നോക്കിയേ from general ward to ICU. ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പൊ ജനറൽ വാർഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിനെ അതേ ഹോസ്പിറ്റൽ ICUലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണ്? ഇന്റേണൽ ട്രാൻസ്ഫർ ആണ് അല്ലെ? അഥവാ നമുക്ക് എന്ത് പറയാം? ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഫ്രം one unit to another unit അല്ലെ? That is called internal transfer. For example, എന്താണ്? From general ward to ICU. Okay. ചില എക്സാമ്പിൾ തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണെന്ന് ചോദിക്കാം. അടുത്തതാണ് എന്ത്? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ അഥവാ അതിന് നമ്മൾ എന്ത് പറയും? ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്നാണ് പറയാം കേട്ടോ. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഫ്രം one facility, I mean one hospital to another hospital. Okay, that is called the external transfer. Okay, to transfer the patient from one hospital to another hospital for the purpose of special care. Example, okay, from general hospital to specialized hospital. That means cancer center. ഒരു general hospital കൊണ്ടുവന്ന ഒരു patient ആണ്, അദ്ദേഹത്തിന് നമ്മളൊരു cancer hospital അല്ലെങ്കിൽ ഈ പറയുന്ന cancer centerലോട്ട് മാറ്റാണ് അല്ലെ? അതെന്താണ്? external transfer. Okay, clear ആണല്ലോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി. ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റിനെ നമ്മൾ എന്താ പഠിച്ചത്? ഇന്റേണൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ എന്ത് പറയും? നമുക്ക് ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയും. അപ്പൊ നമ്മൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഒരു പേഷ്യന്റിനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു ഹോസ്പിറ്റലിലെ തന്നെ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലോട്ട് ഒരു കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന ഒരു പേഷ്യന്റ് നമ്മൾ അവരെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അതൊരു ഇന്റേണൽ ട്രാൻസ്ഫർ ആണ് അല്ലെ? ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? അതാണ് അവിടെ കുറെ പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കാണേണ്ടതൊന്നും പഠിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ for transfer of patient. A written declaration is required from the doctor. ആദ്യം നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡോക്ടറിന്റെ ഓർഡർ കൃത്യമായിട്ട് പരിശോധിക്കും. വെറുതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഡോക്ടറുടെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറിന്റെ ഓർഡർ നമ്മൾ ചെക്ക് ചെയ്യാം, പരിശോധിക്കാം. അപ്പൊ അതിനായിട്ടോ റിട്ടേൺ ഡിക്ലറേഷൻ ഇസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. ഒരു ഡോക്ടറിൽ നിന്നും രേഖാമൂലമുള്ള ഒരു ഡിക്ലറേഷൻ അതിന് ആവശ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡോക്ടറുടെ രേഖാമൂലമുള്ള ഒരു ഡിക്ലറേഷൻ അവിടെ ആവശ്യം. ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ നോക്കിയേ? ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി അല്ലെ? നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ, പെട്ടെന്ന് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യന്റിന് ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവാം, അവരുടെ റിലേറ്റീവ്സിന് ചിലപ്പോൾ ഒരു ഭയം ഉണ്ടാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ആൻസൈറ്റിയിൽ നിന്നും അവരുടെ ആ ഒരു ടെൻഷൻ ഒഴിവാക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനു വേണ്ടി പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ കാര്യങ്ങള് കൃത്യമായിട്ട് നമ്മൾ പേഷ്യന്റും അവരുടെ റിലേറ്റീവ്സും ആയിട്ട് ഇന്റിമേറ്റ് ചെയ്യും, അവരെ അറിയിക്കണം അല്ലെ? എങ്കിൽ മാത്രമാണ് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി അല്ലെ? അവരെ നമുക്ക് ആ ഒരു ആൻസൈറ്റിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങള് പേഷ്യന്റിനോടും റിലേറ്റീവ്സിനോടും നമ്മൾ ഇന്റിമേറ്റ് ചെയ്യാം അല്ലെ? അവരെ നമ്മൾ അറിയിക്കും. ഓക്കെ, അടുത്തത് എന്താണ്? ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റം വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ് കേട്ടോ. ഇപ്പൊ നമ്മളെ ഒരു വാർഡിലുള്ള ഒരു പേഷ്യന്റ് ആണ്, അവരെയാണ് നമ്മൾ മാറ്റണേന്ന് വിചാരിക്കാം. അപ്പൊ വാർഡിന്റെ ഇൻചാർജ് ഉള്ള സിസ്റ്ററിനോട് നമ്മൾ പറയണം. ഓക്കെ, ആ വാർഡ് ഇൻചാർജ് ഉള്ള നഴ്സിനോട് നമ്മൾ പറയണം ഇവിടേക്കാണ് നമ്മൾ ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അവരെ അറിയിക്കും, ഇന്റിമേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്ത കാര്യം എന്താണ്? ചെക്ക് ദ ചാർട്ടർ ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ് നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൻ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ചാർട്ട് എന്ത് ചാർട്ടാണ്? ഹെൽത്ത് ചാർട്ടാണ്. ഹെൽത്ത് ചാർട്ട് എന്ന് വെച്ചാൽ മെഡിക്കൽ ചാർട്ട് അഥവാ മെഡിക്കൽ റെക്കോർഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഹെൽത്ത് ചാർട്ട്
പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുക. അതിലെല്ലാ ഇമ്പോർട്ടൻറ്റ് സൈനുകളും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? കാര്യം നമ്മൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പോകണം. അപ്പൊ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടറുടെ കൃത്യമായിട്ടുള്ള ഡിക്ലറേഷനും കാര്യങ്ങളും സൈനും ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് സൈനുകള്, അതുപോലെ തന്നെ നഴ്സിംഗ് കെയർ, എന്തൊക്കെ നഴ്സിംഗ് കെയർ ആണ് അവർക്ക് കൊടുത്തിരുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ്സുകളൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആണ്, അത് കറക്റ്റ് ആയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, അത് റെക്കോർഡ് ചെയ്തത് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി അവരുടെ ഹെൽത്ത് ചാർട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. എല്ലാ സൈനുകളും അതുപോലെ നഴ്സിംഗ് കെയറും ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റുകളും തെറാപ്പികളൊക്കെ കറക്റ്റ് ആയിട്ട് അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, അത് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ചാർട്ട് എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, ഗ്യാദർ ദ പേഷ്യൻസ് എക്സ്റേ, മെഡിസിൻ ആൻഡ് അതർ ബിലോങ്ങിങ്സ് കേട്ടോ. അതുപോലെ നമ്മുടെ പേഷ്യന്റിന്റെ എക്സ്റേ, അവരുടെ മെഡിസിൻസ്, മറ്റ് അവരുമായിട്ട് അവരുടെ വസ്തുക്കൾ, അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പല ബിലോങ്ങിങ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ശേഖരിക്കണം. ഇപ്പൊ വാർഡിൽ നിന്ന് നമ്മൾ മാറ്റാണ്. ഇപ്പൊ വാർഡിലാണ് അത്രയും നാള് രോഗി ഉണ്ടായിരുന്നത്. അപ്പൊ ആ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവാം, എക്സ്റേ ഉണ്ടാവാം, അവരുടെ മെഡിസിൻസ് ഉണ്ടായിരിക്കാം. പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ബിലോങ്ങിങ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം, അല്ലെ, ഗ്യാദർ ചെയ്യണം. ഓക്കെ, അടുത്തത് എന്താണ്, കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറക്ടർ ഓർ ട്രാൻസ്ഫർ ടു ദ ന്യൂ വാർഡ് ദ പേഷ്യന്റ് ഈസ് ഗോയിങ്. കോൾ ഓഫ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നിർത്താന്നുള്ള അർത്ഥമാണ്, സ്റ്റോപ്പ് ചെയ്യാന്നുള്ള അർത്ഥമാണ് കേട്ടോ. കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറക്ടർ, ഇപ്പൊ നമ്മളിപ്പോ ഒരു വാർഡിലുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ആ പേഷ്യന്റിന് അവിടേക്കാണ് ഡയറ്ററി സർവീസ് കൊടുത്തിരുന്നത്, അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് പേഷ്യന്റിനെ മാറ്റുകയാണ്. അപ്പൊ പേഷ്യന്റിനെ മാറ്റുമ്പോ നമ്മൾ ഉടനടി എവിടേക്ക് പറയുന്നത്, നമ്മള് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മള് പറയണം. എന്ന് വെച്ചാൽ അവിടെ ഇനി ഭക്ഷണ വിതരണം വേണ്ടാന്നുള്ളത് അവിടെ നമ്മൾ നിർത്തിവെക്കണം. പകരം ഇനി എവിടേക്കാണോ നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടേക്ക് ആ ഡയറ്ററി സർവീസസിനെ ഡയറക്റ്റ് ചെയ്ത് വിടണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറക്ടർ, ഓക്കെ, ഓർ ട്രാൻസ്ഫർ ടു ദ ന്യൂ വാർഡ് ദ പേഷ്യന്റ് ഈസ് ഗോയിങ്. പേഷ്യന്റ് നമ്മൾ പോകുന്ന പുതിയ വാർഡിലോട്ട് ഈ പറയുന്ന ഡയറ്ററി സേവനങ്ങളെ ഡയറക്റ്റ് ചെയ്ത് വിടേണ്ടതാണ്. ഓക്കെ, അടുത്തത് എന്താണ്, എയ്ഡ് ദ റിലേറ്റീവ്സ് ടു ഗ്യാദർ അതർ ബിലോങ്ങിങ്സ്. എയ്ഡ് എന്ന് വെച്ചാൽ ഇവിടെ ഹെൽപ്പ് ചെയ്യാനുള്ള അർത്ഥമാണ് കേട്ടോ. എയ്ഡ് ദ റിലേറ്റീവ്സ് ടു ഗ്യാദർ അതർ ബിലോങ്ങിങ്സ്, അതായത് ഈ പറയുന്ന രോഗിയുടെ മറ്റു ബിലോങ്ങിങ്സുകള്, മറ്റു വസ്തുക്കള് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ റിലേറ്റീവ്സിനെ സഹായിക്കാം. ഓക്കെ, അവരെ എയ്ഡ് മീൻസ് അവരെ ഹെൽപ്പ് ചെയ്യാം, അവരെ സഹായിക്കാം, അവരെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, then അടുത്തത് എന്താണ്, മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഡ്യൂ ബിൽസ് ഇഫ് ഗോയിങ് ടു അനദർ ഹോസ്പിറ്റൽ. ഇപ്പൊ രോഗീനെ നമ്മൾ ആ ഹോസ്പിറ്റൽ അല്ല മറ്റൊരു ഹോസ്പിറ്റലിലോട്ടാണ് നമ്മൾ അവരെ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിലവിലുള്ള ഹോസ്പിറ്റൽ ബില്ലുകൾ, എന്തെങ്കിലും ഡ്യൂ ആയിട്ടുള്ള ബില്ലുകൾ അങ്ങനെയുണ്ടെങ്കിൽ അത് പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സുകളും അവർക്ക് ഒരുക്കി കൊടുക്കുക. കാരണം ഇവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തെങ്കിൽ മാത്രമാണ് അവരെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിലവിലുള്ള ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ബില്ലുകളോ മറ്റൊക്കെ ഡ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പേ ചെയ്യുന്നതിനുള്ള അറേഞ്ച്മെന്റ്സുകൾ അവർക്ക് ഒരുക്കി കൊടുക്കുക. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്, റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം, ടൈം, ഏത് സമയത്താണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്, അതുപോലെ മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്, ലാൻഡ് ട്രാൻസ്ഫർ ആണോ അതോ എയർ ട്രാൻസ്ഫർ ആണോ അത്, അതുപോലെ തന്നെ ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ ജനറൽ കണ്ടീഷൻ, ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് റിസ്ക് പേഷ്യൻസ് ടു വീൽ ചെയർ ഓർ സ്ട്രെച്ചർ ആൻഡ് ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യൻസ് ടു ദ ന്യൂ ഏരിയ. അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് റിസ്ക് പേഷ്യൻസ് ടു വീൽ ചെയർ ഓർ സ്ട്രെച്ചർ. ഇപ്പൊ വളരെ റിസ്കി ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെ, നടക്കാൻ പറ്റാത്തതോ നിൽക്കാൻ പറ്റാത്തതൊക്കെ ആയിട്ടുള്ള രോഗികളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ, വളരെ സിവിയർ ആയിട്ടുള്ള രോഗികളുണ്ടാവും. അങ്ങനെയുള്ള റിസ്ക് പേഷ്യൻസിനെ അവരെ വീൽ ചെയറിലോട്ടോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള അസിസ്റ്റൻസ് കൊടുക്കുക, അതിനുവേണ്ടി അവരെ സഹായിക്കുക. അതോടൊപ്പം ഗോയിങ് അലോങ് വിത്ത് പേഷ്യൻസ് ടു ദ ന്യൂ ഏരിയ, പുതിയ ഏരിയയിലേക്ക് പേഷ്യൻസ് പോകുമ്പോൾ അവരുടെ കൂടെ പോവുക, അവരോടൊപ്പം പോവുക. ഓക്കെ, ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. പിന്നെന്താണ്, ഡെലിവർ പേഷ്യന്റ് ഡോക്യുമെന്റ്സ്, ബിലോങ്ങിങ്സ് ആൻഡ് റിപ്പോർട്ട് ഓറലി ടു ദ ഇൻചാർജ് നഴ്സ് ആൻഡ് സിസ്റ്റർ കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിന്റെ ഡോക്യുമെന്റ്സുകള്, പേഷ്യന്റിന്റെ വസ്തുക്കളെല്ലാം തന്നെ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാം, വിതരണം ചെയ്യാം. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യാം, ആ വിവരങ്ങള് കൃത്യമായിട്ട് ഇൻചാർജ് നഴ്സിന്റെ അടുത്ത് ഓറലി നമ്മൾ റിപ്പോർട്ട് ചെയ്യാം, അവരോട് പറയാം.
ഓക്കെ, ഇന്ന സാധനങ്ങളൊക്കെ ഡെലിവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, കാരണം അതൊന്നും മിസ്സായി പോകരുതല്ലോ. അതുകൊണ്ട് പേഷ്യന്റിന്റെ സാധനങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഡെലിവറി ചെയ്യാം. ആ വിവരങ്ങൾ അവരുടെ ഇൻചാർജ് ഉള്ള നഴ്സ് അല്ലെങ്കിൽ സിസ്റ്ററിന്റെ അടുത്ത് ഓറലി റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് എന്താണ്? ഗ്യാദർ ദ വാർഡ് ആർട്ടിക്കിൾസ്. വാർഡ് സംബന്ധമായിട്ടുള്ള, അതായത് രോഗി വാർഡിലുള്ള ഒരു രോഗിയാണെങ്കിൽ വാർഡ് സംബന്ധമായിട്ടുള്ള അവരുടെ മറ്റുള്ള ആർട്ടിക്കിൾസ് മീൻസ് വാർഡ് സംബന്ധമായിട്ടുള്ള വസ്തുക്കൾ, ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളായിരിക്കാം, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സോ എന്തും ആവട്ടെ. അപ്പൊ ആ വാർഡ് ആർട്ടിക്കിൾസുകളെല്ലാം തന്നെ ഗ്യാദർ ചെയ്യാം, അതും കളക്ട് ചെയ്യാം. പിന്നെ എന്താണ്? ഇവാലുവേറ്റ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഇൻഫോം ദ റിസീവിംഗ് നഴ്സ്. ഇവാലുവേറ്റ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട്, നമ്മൾ എങ്ങനെയാണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡ് കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ലാൻഡ് ട്രാൻസ്ഫർ ആണോ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം. എയർ ട്രാൻസ്പോർട്ട് ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കണം. അപ്പൊ ഏത് മെത്തേഡിലൂടെയാണ് നമ്മൾ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അത് അവരുടെ റിസീവിംഗ് നഴ്സിനെ അറിയിക്കുക. അതായത് രോഗിനെ ആരാണോ റിസീവ് ചെയ്യാൻ പോകുന്നത് ആ ഒരു നഴ്സിനോട് ആ വിവരങ്ങൾ അറിയിക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് ടു എ ന്യൂ നഴ്സിംഗ് യൂണിറ്റ്. നമ്മളൊരു പേഷ്യന്റിനെ പുതിയൊരു നഴ്സിംഗ് യൂണിറ്റ്, പുതിയൊരു യൂണിറ്റിലോട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ശാരീരികമായിട്ടുള്ള ക്ഷേമം ഉറപ്പുവരുത്തുക. എന്ന് വെച്ചാൽ അവർക്ക് നമുക്കറിയാം, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഫിസിയോളജിക്കലായിട്ട് പല ചേഞ്ചസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് അവരുടെ ഹെൽത്തിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നതുമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, പുതിയൊരു യൂണിറ്റിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഫിസിക്കൽ സ്റ്റെബിലിറ്റി നമ്മൾ ഉറപ്പുവരുത്തുക. ഫിസിക്കൽ വെൽഫെയർ ഉറപ്പുവരുത്താന്ന് വെച്ചാൽ അവരുടെ ഒരു ഫിസിക്കൽ സ്റ്റെബിലിറ്റി നമ്മൾ അവിടെ ഉറപ്പാക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? പ്രൊവൈഡ് ഓറൽ റിപ്പോർട്ട് അബൌട്ട് ദ പേഷ്യൻസ് കണ്ടീഷൻ ടു ദ റിസീവിംഗ് യൂണിറ്റ് നഴ്സ്. കേട്ടോ, അതുപോലെ നമ്മൾ പേഷ്യന്റിനെ സ്വീകരിക്കുന്ന റിസീവിംഗ് ഫെസിലിറ്റിയിലെ നഴ്സിന്റെ അടുത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഓറൽ റിപ്പോർട്ട് കൊടുക്കുക. പേഷ്യന്റിന്റെ അവസ്ഥ എന്താണ്, അവരുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഒരു ഓറൽ റിപ്പോർട്ട് ആരോട് പറയാം? അവരെ റിസീവ് ചെയ്യാൻ പോകുന്ന നഴ്സിന്റെ അടുത്ത് ഇന്റിമേറ്റ് ചെയ്യും, അറിയിക്കും. ഓക്കെ, അടുത്തത് എന്താണ്? മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് കെയർ പ്ലാൻ ഈസ് കംപ്ലീറ്റഡ്. നേരത്തെ പറഞ്ഞതാണ്, അതായത് നമ്മുടെ ഒരു രോഗിയുടെ ആ ഒരു കെയർ പ്ലാൻ, അവരുടെ ആ ഒരു കെയർ പ്ലാൻ ഉൾപ്പെടെ എല്ലാ ഡോക്യുമെന്റേഷൻസുകളും കംപ്ലീറ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് കേട്ടോ, മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് കെയർ പ്ലാൻ ഈസ് കംപ്ലീറ്റഡ്. അതായത് ഒരു രോഗിയുടെ കെയർ പ്ലാൻ ഉൾപ്പെടെ എല്ലാ ഡോക്യുമെന്റേഷൻസുകളും അത് കംപ്ലീറ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? അസിസ്റ്റ് ദ പേഷ്യന്റ് അറൈവൽ ടു ദ ന്യൂ യൂണിറ്റ്. ഒരു പുതിയ യൂണിറ്റിലോട്ടുള്ള ആ ഒരു പേഷ്യന്റിന്റെ അറൈവലിന് അസിസ്റ്റ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക മാത്രമല്ല, അവരിനി എവിടേക്കാണോ റിസീവ് ചെയ്യാൻ പോകുന്നത്, പുതിയൊരു യൂണിറ്റിലോട്ട് പോകുമ്പോൾ ആ യൂണിറ്റിലേക്ക് ചെല്ലണം. അവിടെ ചെന്ന് ആ ഒരു പേഷ്യന്റിന്റെ അറൈവലിനെ അസിസ്റ്റ് ചെയ്യുക, അതിന് സഹായിക്കുക. ഓക്കെ, അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. പിന്നെന്താണ്? ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു എ ന്യൂ റൂം ആൻഡ് അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് ടു ബെഡ്. കേട്ടോ, പുതിയ റൂമിലേക്ക് പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാം. ഓക്കെ, ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കുക. അതുപോലെ അവരെ ബെഡിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട സഹായങ്ങളും ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്? എക്സ്ചേഞ്ച് ദ ബിലോങ്ങിങ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. സെയിം കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കേട്ടോ. എക്സ്ചേഞ്ച് ദ ബിലോങ്ങിങ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്. രോഗി സംബന്ധമായിട്ടുള്ള രോഗിയുടെ എല്ലാ ബിലോങ്ങിങ്സ്, അവരുടെ വസ്തുക്കള്, അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സുകള്, മറ്റ് അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക, കൈമാറ്റം ചെയ്യുക കേട്ടോ. പിന്നെന്താണ്? ഇൻ ദ ന്യൂ യൂണിറ്റ് പ്രൊസീജിയർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. ഓക്കെ, നമ്മളൊരു പുതിയൊരു യൂണിറ്റിലോട്ട് നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏതുപോലെ തന്നെയാണ് നമ്മളൊരു അഡ്മിഷൻ പ്രൊസീജിയർ പോലെ തന്നെ, നമ്മളൊരു അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയറുകൾ നടത്തുമോ അതേ രീതിയിൽ തന്നെയാണ് നമ്മളൊരു പുതിയൊരു യൂണിറ്റിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ന്യൂ യൂണിറ്റ് പ്രൊസീജിയർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. അത് അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണോ അതേ രീതിയിൽ, അതേ സിമിലർ പ്രൊസീജിയറിലൂടെ തന്നെയാണ് നമ്മളൊരു പേഷ്യന്റിനെ പുതിയൊരു യൂണിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അതേ നടപടിക്രമങ്ങളാണ് നമ്മൾ അവിടെ എടുക്കുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം എന്താണ്? ക്ലീൻ ദ യൂണിറ്റ് വെർ ദ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ആൻഡ് കീപ് റെഡി ഫോർ ദ നെക്സ്റ്റ് പേഷ്യന്റ് ആഫ്റ്റർ ട്രാൻസ്ഫറിങ് കേട്ടോ.
നമ്മൾ അഡ്മിറ്റ് ആവുന്നത്, അതായത് പേഷ്യന്റിന് നമ്മൾ അഡ്മിറ്റ് ആവുന്നത്, അതായത് ക്ലീൻ ദ യൂണിറ്റ് വേർ ദ പേഷ്യന്റ് ഈസ് അഡ്മിറ്റ്. നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യാം. നമുക്ക് അഡ്മിറ്റഡ് ആയിട്ടിരുന്ന ആ ഒരു ഏരിയ അവിടെ നല്ലപോലെ ക്ലീൻ ചെയ്യുക. ദെൻ കീപ് റെഡി ഫോർ ദ നെക്സ്റ്റ് പേഷ്യന്റ് ആഫ്റ്റർ ട്രാൻസ്ഫർ. അവരെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ക്ലീൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അതായത് ഒരു രോഗി പോകുന്നു, വേറൊരു രോഗി അവിടേക്ക് വരും. അപ്പൊ ഓരോ രോഗികൾ പോകുന്നതിനനുസരിച്ച് അവിടെ ക്ലീൻ ചെയ്യുക, അവിടെ സ്റ്റെറിലൈസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു പേഷ്യന്റിനെ റിസീവ് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. ഇങ്ങനെ ഓരോ പോയിന്റുകൾ തന്നെ മരിച്ചെങ്കിൽ പറഞ്ഞെന്നുള്ളൂ. ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. കുറെ പോയിന്റുകളായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയത്, വായിച്ചു നോക്കിയ പോയിന്റുകളൊക്കെ ക്ലിയർ ആയി നോക്കിയേ. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ നമ്മളൊരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് വായിക്കും കേട്ടോ. ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നതെന്നാണോ ചോദിക്കുന്നത്? അതായത് നമ്മളൊരു പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് താഴെ തന്നിരിക്കുന്നതില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത് കേട്ടോ. അർജുന എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അർജുന കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വന്നതെന്ന് തോന്നുന്നു അല്ലെ? കൊള്ളാം. ഓക്കെ, ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, പക്ഷെ നേരത്തെ കണ്ടില്ലായിരുന്നു. നമ്മള് എക്സാമിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോ ബാക്കി എല്ലാവരും റിപ്ലൈ തന്നപ്പോ അർജുന്റെ റിപ്ലൈ ഒന്നും കണ്ടില്ല. സാധാരണ അർജുൻ എപ്പോഴും സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അർജുന് കണ്ടില്ല, ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, അപ്പൊ വായിച്ചു നോക്കിയോ? ഇത്രയും താങ്കൾ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് equipment necessary for the transfer of a patient കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതായത് നമ്മൾ ഇങ്ങനെ തന്നെയാണ്, ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചോദിക്കുക. The equipments necessary for the transfer of the patient. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ കരുതേണ്ട അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ, ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ആയിരിക്കാം നമ്മൾ കുറച്ചും കൂടെ നല്ലൊരു കെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ? അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് വൺ, വീൽ ചെയർ ഓർ സ്ട്രെച്ചർ. അല്ലെങ്കിൽ വീൽ ചെയർ ആവശ്യം വരാം, അല്ലെങ്കിൽ സ്ട്രെച്ചർ ആവശ്യം വരാം. അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ ലേബിൾസ് അല്ലെ? നമ്മൾ പേഷ്യന്റിന്റെ ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഏതൊരു പേഷ്യന്റ് ആണ് അല്ലെ, അവരുടെ ID നമ്പറും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതാണ് ഐഡന്റിഫിക്കേഷൻ ലേബിൾസ്. ഏത് യൂണിറ്റിൽ നിന്നാണ് അവരെ കൊണ്ടുവരുന്നത്, അടുത്തതിന് നെക്സ്റ്റ് ഏത് യൂണിറ്റിലോട്ടാണ് അവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഐഡന്റിഫിക്കേഷൻ ലേബിൾസ്. പിന്നെന്താണ്, പേഷ്യൻസ് ബിലോങ്ങിങ്സ് അല്ലെ? പേഷ്യന്റിന്റെ വസ്തുക്കള്, അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വസ്തുക്കളായിരിക്കും, അവരുടെ ഈ പറയുന്ന ബിലോങ്ങിങ്സ് എല്ലാം വരും. അവരുടെ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പിന്നെ അവരുടെ റിപ്പോർട്ടുകൾ, ഇതൊക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, പേഷ്യൻസ് ബിലോങ്ങിങ്സ്. പിന്നെ നോക്കി, എക്സ്റേസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, പേഷ്യൻസ് റെക്കോർഡ്സ് ആൻഡ് ഫയല്, ഇങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ കാർഡിയാക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്. ഇപ്പൊ ചില രോഗികളെ നമ്മൾ ഇപ്പൊ കാർഡിയാക് സംബന്ധമായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള രോഗികളൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാർഡിയാക് മോണിറ്റർ ഉപയോഗിക്കണം. കാർഡിയാക് മോണിറ്റർ ഒക്കെ നിങ്ങൾ ടിവിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പഠിക്കുന്നുണ്ട്, അതിനകത്ത് വരുന്നുണ്ട് ഈ സംഭവം. അതായത് അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു, കണ്ടിട്ടില്ലേ, ഒരു പെട്ടി പോലത്തെ ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവമാണ്.
കാർഡിയാക് മോണിറ്റർ ആണ്. അതായത് നമ്മൾ ആ രോഗിയുടെ ആ ഹാർട്ട് ബീറ്റ്, അവരുടെ ഹാർട്ടിന്റെ റിതം, അതുപോലെ അവരുടെ റെസ്പിറേറ്ററി റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ലൈവായിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണിത്. കാർഡിയാക് മോണിറ്റർ. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ കാർഡിയാക് മോണിറ്ററിംഗ് സംവിധാനങ്ങളും എന്ത് വേണം ഉണ്ടായിരിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് ആവശ്യമായിട്ടുള്ളത്? വീൽ ചെയർ ഓർ സ്ട്രെച്ചർ, ഐഡന്റിഫിക്കേഷൻ ലേബൽസ്, പേഷ്യൻസ് ബിലോങ്ങിങ്സ്, എക്സ്റേസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, പേഷ്യൻസ് റെക്കോർഡ് ആൻഡ് ഫയൽ, എന്താണ് കാർഡിയാക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്. ആവശ്യമുണ്ടെങ്കിൽ കാർഡിയാക് മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കാം. ക്ലിയർ ആണല്ലോ? ഇത് നോട്ട് ചെയ്യുന്നു കേട്ടോ. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കരുതേണ്ട ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി. ട്രാൻസ്ഫർ ടു എ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി. അത് മിക്കവാറും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ടൊക്കെ നമ്മൾ ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാണെന്നിരിക്കട്ടെ. എക്സ്റ്റെൻഡഡ് കെയറിന് വേണ്ടിയിട്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യൻസ് ഫിസിഷ്യൻ ഹാസ് റിട്ടേൺ ദ ട്രാൻസ്ഫർ ഓർഡർ ഓൺ ഹിസ് ചാർട്ട് ആൻഡ് ഹാസ് കംപ്ലീറ്റഡ് ദ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം. നമ്മളൊരു രോഗിനെ നിലവിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നമ്മളൊരു വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവരുടെ ഫിസിഷ്യൻ, അവരുടെ ഡോക്ടർ ആ ട്രാൻസ്ഫർ ഓർഡർ അവരുടെ ചാർട്ടിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. നമുക്കറിയാം, ഇവിടെ വെറുതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ഡോക്ടറുടെ ഓർഡർ വേണം. അപ്പൊ ആ ഒരു ഡോക്ടറുടെ ട്രാൻസ്ഫർ ഓർഡർ അവരുടെ ചാർട്ടിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. അതുപോലെ തന്നെ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം കംപ്ലീറ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. മാത്രമല്ല, ആ ഒരു ഫോമിനകത്ത്, ആ ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം എന്ന് നമ്മൾ പറഞ്ഞു, ആ ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നോക്കി. ദിസ് ഫോം ഷുഡ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി. അതായത് ആ പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി ഉണ്ട്, അവരുടെ രോഗനിർണയവുമായിട്ട് അല്ലെങ്കിൽ രോഗപരിചരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മറി, വിവരങ്ങൾ ഉണ്ടായിരിക്കും. ഡ്രഗ് റെജിമെൻ ഉണ്ടായിരിക്കും, അവരുടെ മരുന്ന് ക്രമങ്ങൾ, അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, എപ്പോഴൊക്കെയാണ് അവർ മരുന്നുകൾ കഴിക്കുന്നത്, എന്തൊക്കെ മരുന്നുകളാണ് അവർ കഴിക്കുന്നത്, ഏത് രീതിയിലാണ് അവർ ഇത് കഴിക്കുന്നത്, അങ്ങനെയുള്ള ഡ്രഗ് റെജിമെൻ എന്ന് വെച്ചാൽ ക്രമങ്ങളാണ് കേട്ടോ, മരുന്നിന്റെ ക്രമങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ് സച്ച് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി. ഡയറ്റും ഫിസിയോതെറാപ്പി പോലെയുള്ള ചില സ്പെഷ്യൽ കെയർ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു രോഗിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാരാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? അവരുടെ ഡോക്ടറാണ്. ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി ഉണ്ടായിരിക്കും, ഡ്രഗ് റെജിമെൻ ഉണ്ടായിരിക്കും, നമ്മുടെ പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന ചില സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് ഡയറ്റോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഒക്കെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അങ്ങനെയുള്ള എക്സ്ട്രാ സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസിനെ പറ്റിയിട്ട് നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. അടുത്തത് എന്താണ്? Complete the nursing summary that includes the patient's assessment, progress, needed nursing treatments and special needs to make sure the continuity of care. അതുപോലെ തന്നെ നമ്മൾ നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് ദ നഴ്സിംഗ് സമ്മറി. നഴ്സിംഗ് സമ്മറി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ഒരു നഴ്സിംഗ് സമ്മറിക്കകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ദ പേഷ്യൻസ് അസസ്മെന്റ്, അല്ലെ? ദ പേഷ്യന്റിനെ കറക്റ്റ് ആയിട്ട് അസസ് ചെയ്തിരിക്കണം. അവരുടെ പേഷ്യന്റിന്റെ അസസ്മെന്റ്, നമ്മൾ പേഷ്യന്റ് എക്സാമിൻ ചെയ്തിട്ടുള്ള വിവരങ്ങള്, പിന്നെ പ്രോഗ്രസ്, പേഷ്യന്റ് എത്രത്തോളം പ്രോഗ്രസീവ് ആയിട്ടുണ്ട്, നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ്, ഇനി എന്തൊക്കെ നഴ്സിംഗ് ട്രീറ്റ്മെന്റുകളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ അവരുടെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള രോഗികൾ ഉണ്ടായിരിക്കാം, അല്ലെ? അവരുടെ സ്പെഷ്യൽ നീഡ്സ്. പിന്നെ ടു മേക്ക് ഷുവർ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഷുവർ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, അല്ലെ? അവരുടെ ആ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു നഴ്സിംഗ് സമ്മറിക്കകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തുന്നു? പേഷ്യന്റിന്റെ അസസ്മെന്റ്, പേഷ്യന്റ് പ്രോഗ്രസ്, അവരുടെ നീഡഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, അവരുടെ സ്പെഷ്യൽ നീഡ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു നഴ്സിംഗ് സമ്മറിക്കകത്ത് ഉൾപ്പെടുത്തുന്നത്.
അടുത്ത എന്താണ് സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ് അല്ലെ. ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ സെറ്റിൽമെന്റ് ചെയ്യണം അല്ലെ, സെറ്റിൽ ചെയ്യണം. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ബില്ലുകളൊക്കെ ഇവർ പേ ചെയ്യാനുണ്ട്, ഡ്യൂ ആയിട്ട് എന്തെങ്കിലും ബില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, അത് സെറ്റിൽ ചെയ്യണം അല്ലെ. ഓക്കെ, അതാണ് സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്, റീറ്റെയിൻ 1 copy ഓഫ് ദ ട്രാൻസ്ഫർ ഫ്രം. ട്രാൻസ്ഫർ ഫ്രം അല്ല കേട്ടോ, ട്രാൻസ്ഫർ ഫോം ആണ് കേട്ടോ, ഫോം ആണ്. ഫ്രം എന്നുള്ളത് ഫോം ആക്കാം. Okay, retain 1 copy of the transfer form and the nursing summary with the patient chart and pass on the other copies to the receiving facility. അതായത് നമ്മൾ ഇതിന്റെ 2 കോപ്പികൾ വെച്ചെടുക്കുക. അതിൽ ഓരോ കോപ്പി വീതം, അതായത് ഈ പറയുന്ന ട്രാൻസ്ഫർ ഫോം, പിന്നെ നഴ്സിംഗ് സമ്മറി, പേഷ്യന്റ് ചാർട്ട്, അതായത് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്, ഇതിന്റെ ഒരു കോപ്പികൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, എടുത്തു വെക്കാം. ഒരു കോപ്പി എടുത്തു വെച്ചിട്ട് മറ്റുള്ള കോപ്പികൾ നമ്മൾ അവര് റിസീവ് ചെയ്യുന്ന, അവര് എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് പാസ് ചെയ്യുക, അവിടേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാത്തിന്റെ 2 കോപ്പി വെച്ച് എടുക്കാന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രാൻസ്ഫർ ഫോമിന്റെയും നഴ്സിംഗ് സമ്മറിയുടെയും പേഷ്യന്റ് ചാർട്ടിന്റെയും ഒരു കോപ്പി നിലവിലുള്ള ഹോസ്പിറ്റലിൽ വെക്കുക, മറു കോപ്പികള് അവരിനി എവിടേക്കാണോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം, ഈ പേഷ്യന്റിന് ആരാണോ റിസീവ് ചെയ്യുന്നത് ആ റിസീവിംഗ് ഫെസിലിറ്റിയിലൂടെ മറ്റുള്ള കോപ്പികൾ അവർക്ക് കൊടുക്കുക, ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, ഇത്രയാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യും, മറ്റൊരു ഫെസിലിറ്റിയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അവരുടെ ചാർട്ടില് ഡോക്ടറുടെ, ഫിസിഷ്യന്റെ ആ ഒരു ട്രാൻസ്ഫർ ഓർഡർ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. അതുപോലെ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്, പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി ഉണ്ടായിരിക്കും, ഡ്രഗ് റെജിമൻ ഉണ്ടായിരിക്കും, സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ചെയ്യാം. നഴ്സിംഗ് സമ്മറിക്കകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്, പേഷ്യന്റിന്റെ അസസ്മെന്റ്, പിന്നെ പേഷ്യന്റ് പ്രോഗ്രസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള നഴ്സിംഗ് ട്രീറ്റ്മെന്റ്, അവരുടെ സ്പെഷ്യൽ നീഡ്സുകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ സെറ്റിൽ ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഫർ ഫോമിന്റെയും നഴ്സിംഗ് സമ്മറിയുടെയും പേഷ്യന്റ് ചാർട്ട് എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡാണ്, മെഡിക്കൽ റെക്കോർഡാണ്. അതിന്റെ ഒരു കോപ്പി നമ്മൾ ഇവിടെ റിട്ടൈൻ ചെയ്യാം, മറു കോപ്പികൾ നമ്മൾ അവരുടെ റിസീവിംഗ് ഫെസിലിറ്റിയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കാം കേട്ടോ. കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് കേട്ടോ. അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ആ സ്റ്റെപ്പുകളാണ്, 6 സ്റ്റെപ്പുകളാണ്. കീ എലമെന്റ്സ്, നമ്മളൊരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, ഒന്ന് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ രണ്ടാമത്തെ എന്താണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. അതിനകത്ത് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. പിന്നെ മൂന്നാമത്തത് മോഡ് ഓഫ് ട്രാൻസ്ഫർ, ലാൻഡ് ട്രാൻസ്ഫർ ആണോ അതുപോലെ എയർ ട്രാൻസ്ഫർ ആണോ, അപ്പൊ അതിനുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾക്ക് പഠിക്കാനുള്ളത് അക്കംപനിയിങ് ദ പേഷ്യന്റ്. നിങ്ങളിവിടെ പറഞ്ഞില്ലേ, ദ പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് പേഷ്യന്റ് അല്ലെ, അക്കംപനിയിങ് ദ പേഷ്യന്റ്, പേഷ്യന്റിന്റെ കൂടെ ആരാണ് അക്കംപനി ചെയ്യേണ്ടത്, അത് ഓരോ പേഷ്യന്റിന്റെ സിവിയറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് സംവിധാനങ്ങൾ അല്ലെ. പിന്നെ ലാസ്റ്റ് എന്താണ്, യെസ് സ്പെഷ്യൽ ഡോക്യുമെന്റേഷൻ അല്ലെ, ഡോക്യുമെന്റേഷൻ ആൻഡ് ഹാൻഡ് ഓവർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അതോടുകൂടി ആ ചാപ്റ്റർ അവസാനിക്കും കേട്ടോ. അപ്പൊ നമ്മളൊരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആ സ്റ്റെപ്പുകളാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. മാം, ഇപ്പൊ പഠിപ്പിച്ച നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന്റെ ഇല്ലേ, അത് ഓഡ് വൺ ആയിട്ടാണോ ക്വസ്റ്റ്യൻ വരുന്നത്? അച്ഛൻ എന്നും ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. അച്ഛൻ എക്സാം എഴുതിയില്ലേ, അപ്പൊ നമുക്ക് ഏകദേശം മോഡലും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു ഐഡിയ എന്തായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതേ മോഡലിൽ തന്നെയായിരിക്കും കേട്ടോ വരുന്നത്. പിന്നെ എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ തരുന്നുണ്ട് അല്ലെ. അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നതിന്റെ കാര്യം എന്താണ്, നിങ്ങൾക്ക് ആ മോഡലുകൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ,
നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.